ഏതാണ്ട് 12,000 അടിയുള്ള ഈ ടിഫോ വർക്ക് ചെയ്ത കമ്പനി ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ബ്രാൻഡ് സ്റ്റോറിയിലെ എൻ്റെ ദൗത്യം. അന്വേഷിച്ച് തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. പക്ഷേ ഈ കമ്പനിയുടെ യഥാർത്ഥ സ്ഥലം, കറക്റ്റ് സ്ഥലം ഏതാണെന്ന് തപ്പി കണ്ടുപിടിക്കണം. ഈ ടെക്സാസ് കോട്ടൺസ് എവിടെയാണെന്നറിയോ? ഇത് തൃശ്ശൂരാണ്. ചേട്ടാ ഈ ടെക്സാസേ ഈ ഇത് തൃശ്ശൂർ എവിടെയാണെന്നറിയോ? ഇവിടെ അവിടെ ഒരു കാര്യം ചോദിക്കാനാ. ഈ കമ്പനി എന്താണെന്നറിയോ? ഈ കമ്പനി ഒരു വഴി ചോദിച്ചാൽ പറഞ്ഞു തരില്ല. ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ആള് ഇതാണ്, മുഹമ്മദ് യാസർ. എങ്ങനെയുണ്ട്? സുഖം? അടിപൊളിയാണ്. ഞാൻ കേട്ടു 18-ാം വയസ്സിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ വന്ന് നിൽക്കുന്നു. എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രചോദനം? നമ്മൾ സ്റ്റാർട്ടിങ് മാസ്ക്, കൊറോണ സമയത്ത് മാസ്ക് ഇങ്ങനെ ഓരോ മാസ്ക് വിറ്റ് വന്നതാണ്. ഈ നോർമൽ ക്ലോത്തിന്റെ മാസ്കിൽ പ്രിന്റ് ചെയ്ത് അങ്ങനെ ഓരോ ഷോപ്പിന്റെ പേര് കസ്റ്റമൈസ് ചെയ്ത് മാസ്ക് ചെയ്തേരണം. ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതേപോലെ ടീഷർട്ട് ചെയ്യുന്നുണ്ടോ, യൂണിഫോം ചെയ്ത് തരുമോ എന്ന് പറഞ്ഞു. ചെയ്തുതരാം എന്ന് പറഞ്ഞെടുത്ത്. അപ്പോൾ എനിക്കറിയില്ല എവിടെ ടീഷർട്ട് ചെയ്യുക, എങ്ങനെ ചെയ്യാന്നൊന്നും അറിയില്ല. മാസ്ക് ചെയ്യുന്ന ആളുകൾ ചോദിച്ചപ്പോൾ ടീഷർട്ടിന് ഏകദേശം ഒരു വില കിട്ടി. അപ്പോൾ ആ വില പറഞ്ഞ് അങ്ങനെ ഇതേപോലെ ഒരു പാലക്കാട് നിന്ന് പ്രിന്റ് ചെയ്ത് നമ്മുടെ തൃശ്ശൂർ തന്നെ വേറെ ഒരു ചെറിയ സ്ഥാപനത്തിൽ അങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മങ്ങനെ ഗ്രോ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിൽ ആകെ കുറച്ച് വർക്ക് ചെയ്തതാണ്. അത് ഫില്ലായപ്പോൾ ആള് നമുക്ക് ചെയ്തു തരാണ്ടായി. അങ്ങനെ നമ്മൾ ഇങ്ങനെ പുതിയ യൂണിറ്റ് തുടങ്ങാന്നുള്ള ഒരു ആശയത്തിൽ വന്ന് അങ്ങനെ 2 പേരെ വെച്ചിട്ട് സ്ഥാപനം തൃശ്ശൂര് സ്റ്റാർട്ട് ചെയ്തു. ഈ കൊറോണ ടൈം എന്ന് പറയുമ്പോൾ റീസെന്റ് ആണല്ലോ അല്ലേ? 4-5 വർഷമല്ലേ ആയുള്ളൂ? 4-5 വർഷമായിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമാണ് ഇപ്പൊ ആയിട്ടുള്ളത്. നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തി. കുഴപ്പമില്ലാതുകൊണ്ട് നമ്മള് കസ്റ്റമർ സർവീസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത്, ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ഫോക്കസ് ചെയ്യണോണ്ട് നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ. ഒരു തവണ വന്നവർ ഇവിടുന്ന് പോവില്ല? ഇല്ല. ഒരു ഓർഡർ തന്നാൽ തന്നെ ഇങ്ങനെ ഒരു വിത്തിൻ 3 months നമ്മൾ വിളിക്കും, എന്താ അഭിപ്രായങ്ങൾ. അങ്ങനെ കുറെ ഫാബ്രിക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ നോക്കുമ്പോൾ നല്ല ഫാബ്രിക് ആയിരിക്കും. നമ്മൾ CRM സോഫ്റ്റ്വെയർ ഉണ്ട്. എനിക്ക് തോന്നണില്ല ചെറിയ ഞങ്ങളെ പോലത്തെ ഉള്ള കമ്പനികൾക്ക് വർക്ക് ഫ്ലോ CRM സോഫ്റ്റ്വെയർ ഉണ്ടെന്ന്. അപ്പൊ അതിൽ ഒരു കസ്റ്റമർ വരുന്നത് മുതൽ ആൾ ഓർഡർ തരുന്നത് മുതൽ അതെല്ലാം ടാപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കസ്റ്റമർ വിളിച്ച് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് അത് ഫില്ല് ചെയ്യും. അത് ഫില്ല് ചെയ്യും. എന്തുകൊണ്ടാണ്, എന്താണ് ചൂസ് ചെയ്തത്. നമ്മള് ബില്ലിംഗ് ഒക്കെ ആ ഒരു പോയിന്റിൽ മാത്രമേ പ്രൈസ് പറയുള്ളൂ. ബില്ലടിച്ച ആ പോയിന്റിൽ. അതിന് ശേഷമൊക്കെ പറയുന്ന ക്വാളിറ്റി കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആ ഒരു പ്രൈസിങ്ങിലല്ല, ക്വാളിറ്റിയിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. യാസർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കൊറോണ കാലത്ത് മാസ്ക് എന്ന് പറയുന്ന ആശയമായിട്ടാണ്. സത്യം പറഞ്ഞാൽ സകല വലിയ കമ്പനികളും പൂട്ടിയ ഒരു സമയമാണ് കൊറോണ. ആ ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ബിസിനസ് തുടങ്ങുകയാണ്.
ശരിക്കും കൊറോണ എനിക്ക് പ്രതികൂലിച്ചിട്ടല്ല, അനുകൂലിച്ചിട്ടുള്ളൂ. പല കാര്യങ്ങളിലായാലും നമ്മളെ ഇതിൽ അത് സപ്പോർട്ട് ചെയ്ത് വന്നു. പിന്നെ എല്ലാത്തിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളത് എങ്ങനെ അത് കാണണമെന്ന് പോലെ ഇരിക്കും. എല്ലാ ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, എനിക്ക് മാസ്ക് വെക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ ചെയ്തു നോക്കി, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ത്വര. അതുകൊണ്ടാണ് നമ്മള് ഇതില് പാർട്സിന്റെ ബിസിനസ് ഒക്കെ ശരിക്കും നിന്നു. എനിക്ക് സാമുറായി, ഷവോലിൻ, അങ്ങനത്തെ സുസുക്കി, മാക്സ് 100 അങ്ങനത്തെ പാർട്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും കൊറോണ സമയത്ത് ശരിക്കും ഒന്നുമില്ല, വണ്ടി ഓർഡറില്ലല്ലോ, പിന്നെ പാർട്സ് ആരെങ്കിലും വാങ്ങില്ലല്ലോ, മോഡിഫിക്കേഷന്റെ പാർട്സുകളായിരുന്നു. അപ്പൊ ഇതില്ല, അപ്പൊ അടുത്ത ഏതാന്നുള്ളത് നോക്കാം. പിന്നെ അങ്ങനെ അതേപോലെ അങ്ങനെയാണ് പിച്ച് ചെയ്ത് പതുക്കെ എത്തിയത്. പാരമ്പര്യമായിട്ട് ബിസിനസ് ഉള്ള ആളാണോ? പാരമ്പര്യം വാപ്പ ബോംബെയില് പലചരക്ക് കട, ബോംബെയിലാണ്. അപ്പൊ വർഷത്തിലൊരിക്കൽ വരും. അങ്ങനെ പാരമ്പര്യം എന്ന് പറഞ്ഞാല് ആ ഒരു പാരമ്പര്യമുള്ളൂ. ബോംബെക്ക് പോകാറുണ്ടോ? അതിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു 10 ദിവസം 5 ദിവസം അങ്ങനെ. ആ സമയത്ത് കച്ചവടത്തിനോട് അല്ലെങ്കിൽ ഈ പലർക്ക് കടയോട് കൂടെ നിൽക്കുക, അതിലൊക്കെ ഇറങ്ങണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നോ, അതോ വേറെ ബിസിനസ് തന്നെയായിരുന്നു? ഒരാളെ കീഴിൽ നിൽക്കില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഓൾറെഡി ഉണ്ട്. അത് എന്ന് വെച്ചാൽ ഞാൻ കുറെ സ്ഥലത്ത് ജോലിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ മൊബൈൽ കടയിലൊക്കെ ശമ്പളത്തിന് ജോലിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് ജോലിക്ക് നിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം, അന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതല്ല നമ്മുടെ ഇതല്ല, മനസ്സിലായി, നമുക്ക് വേറെ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിയണം. അങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. യാസിറിനെ ആശ്രയിച്ച് ഇവിടെ എത്ര പേരുണ്ട്? നമുക്ക് 30 സ്റ്റാഫ് ഉണ്ട്. 2 പേരിൽ നിന്ന് 30-ലേക്കുള്ളൊരു വളർച്ച. എന്നാണ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാമെന്ന് തോന്നിയത്? അതങ്ങനെ ഗ്രാജുവലി നമ്മള് കസ്റ്റമേഴ്സ് ബേസ് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ആയിപ്പോയി. ഞാനിങ്ങനെ ബോധപൂർവം എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എക്സ്പാൻഡ് ചെയ്തതല്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഇത് നമ്മളെ കൊണ്ട് പറ്റണില്ല, അപ്പൊ 2 ആളും കൂടി വെച്ചു, അങ്ങനെ 4 ആൾ വെച്ചു, അങ്ങനെ 5 ആൾ വെച്ചു. അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഒരു കമ്പനി തുടങ്ങി, അങ്ങനെ എല്ലാ സ്റ്റാഫുകളും വെച്ചത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എടുക്കുമ്പോൾ 4 സ്റ്റിച്ചിങ് മെഷീനാണ്, ടീഷർട്ട് അടിക്കാൻ ഏകദേശം 4 സ്റ്റിച്ചിങ് മെഷീനാണ്. അതേപോലെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായുള്ളൂ. ഇപ്പൊ നമ്മളൊരു 12 കമ്പ്യൂട്ടർ ഡിസൈനേഴ്സിന് മാത്രം, പിന്നെ അക്കൗണ്ട്സ് ഒക്കെ ബാക്കിയുള്ള വേറെ. അപ്പൊ അങ്ങനെ സ്റ്റിച്ചിങ് ഇപ്പൊ ഏകദേശം 15 പേർക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഓൾറെഡി ഫുൾ ഇപ്പൊ റെഡിയിലുണ്ട്. അതും എല്ലാം ഒരുമിച്ച് എടുത്തല്ല, ഒരെണ്ണം എടുത്തു, അത് കഴിഞ്ഞ് അടുത്ത കമ്പ്യൂട്ടർ എടുത്തു. അപ്പൊ ഇത് പറ്റാണ്ടായി, ഒരാളും കൂടി വേണം. അങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ ഗവൺമെന്റ് നോക്കിക്കോളും. അങ്ങനെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ DIC ആയാലും ബാക്കിയുള്ള ഗവൺമെന്റ് തലത്തിൽ പഴയതുപോലെ ഇങ്ങനെ കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ആകെ സ്റ്റാഫുകൾക്ക് മാത്രം ഗവൺമെന്റിന് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി നമുക്കൊരു ചെയ്യാൻ ആഗ്രഹമുണ്ട്, വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ആയാലും സപ്പോർട്ട് ആയാലും ഓട്ടോമാറ്റിക്കലി വരും. എന്നെ സംബന്ധിച്ചിട്ട് വലിയ ബിഗ് പോക്കറ്റ് ഭയങ്കര പൈസ കിട്ടിയിട്ട് അങ്ങനെ ഒന്നുമില്ല. സാധാരണ ഒരു ആകെ വീട്ടിൽ 10-20,000 രൂപ കിട്ടി അങ്ങനെ കഴിഞ്ഞിരുന്നു. നമുക്ക് അത്യാവശ്യം ഒരു 30 പേർക്ക് സാലറി കൊടുക്കുക, അല്ലെങ്കിൽ ജോലി കൊടുക്കാന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് വളരാൻ പറ്റി. അത് നമ്മളെ ഒരാഗ്രഹം അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ ഉണ്ടായാൽ മതി. വേറെ പ്രതിസന്ധികൾ എല്ലാത്തിലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും നേരം ഇവിടെ ഒന്ന് സംസാരിക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ആ ടിഫോസാണ്. അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? അത് ഞാൻ ആ ടിഫോ ചെയ്യുമ്പോൾ എനിക്ക് 19 വയസ്സാണ്. ഇന്ന് മാനേജ്മെന്റ് നിഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ധൈര്യത്തിൽ എനിക്ക് ടിഫോ തരുന്നത്? ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റും. അപ്പൊ അവര് ഞാൻ പറഞ്ഞു ഇതേപോലെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ 8 ദിവസമാണ് ആ ടിഫോക്ക് വേണ്ടി മാറ്റിയത്. വേറെ ഒന്നും വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് പ്രിന്റ് ചെയ്ത് കണ്ടിന്യൂസ് സ്റ്റിച്ചിങ് ഏകദേശം ഒരു 65 പീസുകളായിരുന്നു. 5 അടി നമ്മൾ ഒറ്റ ടിഫോ പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതങ്ങനെ പീസായിട്ട് പ്രിന്റ് ചെയ്ത് അന്ന് എൻ്റെ യൂണിറ്റ് 800 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുള്ളത്. ടിഫോയുടെ വലിപ്പം 11,000 സ്ക്വയർ ഫീറ്റ്. 11,000 പ്രൂഫ് റീഡ് ചെയ്യണ്ടേ ഇതെങ്ങനെ ശരി അടിച്ചത് ശരിയാണോ അതൊക്കെ. പിന്നെ ബുദ്ധിയില്ലാത്തവരുടെ കുഴപ്പമില്ല. അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴാണ് ഇത് ശരിയുണ്ട്. ഞാൻ ബാക്കപ്പ് വെച്ചിരുന്നു. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ പീസസ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ പീസസ് അല്ല, അത് അറൗണ്ട് ഏകദേശം ഒരു 3 ലക്ഷം രൂപ വർക്ക്. എക്സ്ട്രാ പീസ് വെക്കാൻ പറ്റില്ല. പിന്നെ ബാക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എനിക്കൊരു പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്. അത് നമ്മള് കേരളത്തിലെ ഒരു 63 കമ്പനിക്ക് നമ്മൾ സപ്ലൈ ഉണ്ട്. ഗാർമെന്റ്
കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻ പ്രിന്റിങ്ങിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഏത് പ്രിന്റ് വേണമെങ്കിലും അടിക്കുക, കോട്ടണില് പോളിസ്റ്റർ ഏതിൽ വേണമെങ്കിലും അടിക്കുക. അന്ന് എനിക്ക് കസ്റ്റമർ ബേസ് 40 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പാണ് 63 ഉള്ളത്. അന്ന് ഞാൻ എറണാകുളം ബേസ് കലൂരാണല്ലോ ചെയ്യുന്നത്. എറണാകുളത്തുള്ള യൂണിറ്റുകളൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുഴപ്പമില്ല, റെഡിയാക്കാം എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചെന്നു, നമ്മള് കളിയുടെ തലീസം പോയി സെറ്റ് ചെയ്തപ്പോ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാലോ. നമ്മൾ ഓരോ നമ്പർ ഇട്ടുണ്ട്, 1 2 3. ഇത് ടൈലേഴ്സ് ഹിന്ദിക്കാരുണ്ട്, തമിഴന്മാരുണ്ട്, മലയാളികളുണ്ട്. ഇവരെ ഏതെങ്കിലും ഒരെണ്ണം 6ന് പകരം 9 അടിച്ചാൽ തീർന്നു. ഇവിടെ തൊട്ട് മാറും, ഇവിടെ വരെ സ്ട്രൈറ്റ് വന്നിട്ട് പിന്നെ ഇവിടെ തൊട്ട് മാറും. അങ്ങനത്തെ അതൊക്കെ അന്ന് പിന്നെ ബോധമില്ലാതെ കുഴപ്പമില്ല, നമുക്ക് അതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ടീം സപ്പോർട്ട് ചെയ്തു. ഫുൾ ടീം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആയാലും പ്രിന്റിംഗ് ആയാലും നമ്മളെ സ്റ്റാഫുകളൊക്കെ ഡേ നൈറ്റ് അടിച്ച് നമ്മളെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് അന്നത്തെ കപ്പാസിറ്റി ഇന്ന് പറ്റും, ഇന്ന് 2 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യാൻ പറ്റും. 2 ദിവസം ഉണ്ടെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് അന്നത്തെ ഒരു കപ്പാസിറ്റിയിൽ നമുക്കത് ഡേ നൈറ്റ് സ്റ്റാഫുകൾ നിന്നു ഓരോ ഷിഫ്റ്റ് എടുത്ത് ഓരോരുത്തരെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ആ ടിഫോ മേക്ക് ചെയ്തെടുക്കുന്നത്. പ്രൊഡക്ഷൻ ഇവിടെയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഇത് നമ്മൾ ലുധിയാന പർച്ചേസ് ചെയ്യുന്നുണ്ട്, തിരുപ്പൂരുണ്ട്. അതിൽ തന്നെ മെറ്റീരിയൽസിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടഡ് അല്ലെങ്കിൽ അങ്ങനെ എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബേസിക്സ് അഡിഡാസിനൊക്കെ സപ്ലൈ ചെയ്യണ സപ്ലൈയേഴ്സ് നമ്മളുണ്ട്. അതിനനുസരിച്ച് പ്രൈസ് കൂടുതലുണ്ട്. അത് തന്നെ സ്വാഭാവികം. അവർക്ക് നമുക്ക് ഇത് വിക്കിംഗ് പ്രോസസ്, ആന്റി മൈക്രോബിയൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വിക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വയർത്ത് കഴിഞ്ഞാൽ കെട്ടി നിൽക്കില്ല, അതിങ്ങനെ വലിച്ചു പോകുന്ന ഫാബ്രിക് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 30 ഡിഗ്രി മേലെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറയുവാണ്. അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അത് വേണ്ട കസ്റ്റമേഴ്സിന് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. അതല്ല നമുക്ക് ഇപ്പൊ യൂണിഫോം ആണെങ്കിൽ 250 രൂപ ഇട്ടിട്ട് ഇൻക്ലൂഡിങ് പ്രിന്റിങ്, ലോഗോ, GST എല്ലാം അടക്കം നമുക്ക് 250 രൂപ. സാധാരണ ആൾക്കാർക്ക് ഒരു ഹോട്ടൽ തുടങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ സമീപിക്കാം. അതേപോലെ പക്ക കോർപ്പറേറ്റുകൾക്കും സമീപിക്കാം. എങ്ങനെയുണ്ട് സ്റ്റാഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ? നമ്മളൊരു ഫാമിലി പോലെ, ഞാൻ പറഞ്ഞു ഡേ നൈറ്റ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ തോളിൽ കൈയിട്ട് വന്നു. അങ്ങനെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഫാമിലി ഒരു മുന്നിലാണ് പോണത്. അന്ന് ആ പ്രൊഫഷണൽ ആവേണ്ട സ്ഥലത്ത് പക്ക പ്രൊഫഷണൽ ആവുന്നുണ്ട്. ഇപ്പോൾ യാസർ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ മൊബൈൽ ടെക്നീഷ്യനാണ്. അതുപോലെ തന്നെ പാർട്സ് നിർത്താൻ കാര്യം കൊറോണ കാരണമാണ് നിന്നുപോയത്. പക്ഷെ എന്നാലും കൊറോണയൊക്കെ നമ്മൾ വീണ്ടും എത്തിയതിന് ശേഷം എന്തുകൊണ്ട് അതിലേക്ക് തിരിയാതെ ഇതിലേക്ക് ഈ ജേഴ്സി എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് തന്നെ എത്തിയത് എന്തുകൊണ്ട്? ജേഴ്സി യൂണിഫോമിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഓൾറെഡി എനിക്കൊരു 3 ലക്ഷം രൂപയുടെ വർക്ക് പെൻഡിങ്ങിലുണ്ടായി. 3 ലക്ഷം രൂപ ഞാൻ ആ വെണ്ടർ നമ്മളായിട്ട് ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ എൻ്റെ 3 ലക്ഷം രൂപ വർക്ക് ഉണ്ടായി. അപ്പൊ ഈ 3 ലക്ഷം രൂപ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടൈലർമാര് ഒരു ടൈലറെ ഒരു കട്ടിംഗ് മെഷീൻ വെക്കണം. അപ്പൊ ഈ വർക്ക് കൊടുത്തപ്പോൾ ബാക്കിൽ അടുത്ത വർക്ക് കൊടുത്തു. അത് ഞാനതിങ്ങനെ നമ്മളിങ്ങനെ വീണ് പോവാന്ന് പറയില്ലേ, വീണ പോലല്ല, അതിലേക്ക് നമ്മൾ ആയി പോയതാണ്. അപ്പൊ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിർമ്മല കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പൊ ഇതുവരെ ഇങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകും. ഞാനിങ്ങനെ കാലത്ത് തന്നെ വന്ന് 7 മണിയാകുമ്പോഴത്തേനും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ 9 മണിയാകുമ്പോഴത്തേനും കോളേജിലെത്തി 3:30 ടക്കുന്ന വണ്ടി എടുത്ത് നേരെ വന്ന് ഇവിടെ. പിന്നെ രാത്രി ഇങ്ങനെ നമുക്ക് പറ്റണില്ല. ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ വർക്ക് കയറിയോടുകൂടി നമുക്ക് കോളേജും ഇതും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ടീച്ചറോട് എന്ത് ചെയ്യും? സംഗീത എന്ന് പറഞ്ഞ മിസ്സാ പറഞ്ഞത്, ചെയ്തു നോക്ക് നീ, ക്ലാസ് ടീച്ചറായിരുന്നു, ടീച്ചർ പറഞ്ഞാലേ നോക്കാം. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഒരുപാട് എനിക്ക് തോന്നുന്നു യാസിന് നല്ലൊരു മൊത്തത്തിലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് എല്ലായിടത്തും നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു ചില്ലറ കാര്യമല്ല. അപ്പം ബാക്കപ്പ് ചെയ്തത് തന്നെ ബാക്കിയുള്ള യൂണിറ്റുകളെ വിളിച്ചു വരുത്തിയിട്ട് സെയിം ഫീൽഡിൽ നിൽക്കുന്നവരോട് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യാസിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിത്വം നല്ലതാണെന്ന് തന്നെ തോന്നുന്നു. പണ്ടാണ് ഞാൻ യൂണിഫോം ചെയ്യണം, അവന് യൂണിഫോം ചെയ്യണം, നമ്മൾ രണ്ടുപേരും ശത്രുക്കൾ, അങ്ങനല്ല. സുഖമായിട്ട് കൊളാബ് ചെയ്ത് പോകാൻ പറ്റും. കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഇപ്പൊ സാർ ഒരു ഓർഡർ തരുമ്പോൾ സാറിന് ടീഷർട്ട് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ യൂണിഫോം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഞാൻ അടിച്ചോന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് തിരക്കുള്ളപ്പോൾ അവൻ ചിലപ്പോൾ പണിയില്ലാണ്ടിരിക്കും, അപ്പൊ അവനക്ക് തിരക്കുള്ളപ്പോൾ ഞാൻ പണിയില്ലാണ്ടിരിക്കും. ഇതൊക്കെ ഒരു ബിസിനസ് കയറ്റിയെടുക്കണം. അപ്പൊ നമ്മൊരു കൊളാബ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ചെയ്തിട്ട് പോകാൻ പറ്റും. അതിന് ഞങ്ങളെ സ്പെഷ്യൽ സ്പെക്ക് ഉണ്ട്. സാധാരണ ഒരു ടീഷർട്ട് അടിക്കുന്ന പോലെ ഞങ്ങളെ പ്ലാക്കറ്റിൽ വ്യത്യാസം ഉണ്ട്. അങ്ങനെ സാധാ ടീഷർട്ട് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും, നമ്മളതിൽ ഉണ്ടാവില്ല. അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഇതേപോലെ കുറെ സ്പെക്കുകൾ പറഞ്ഞു കൊടുക്കും. ഇതിന്റെ സ്പെക്കിലാണ് എനിക്ക് വേണ്ടത് എന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. നമ്മളങ്ങനെ വിചാരിക്കുക നമ്മളാണ് ഭയങ്കര അടിപൊളി, നമ്മളാണ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, എല്ലാവരും നല്ലതാണ്. ഈ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ കമ്പനിയെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞത് ഒരു കസ്റ്റമർ സർവീസ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റൻഷൻ ടു ഡീറ്റെയിലിംഗ്, ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മളെ ഡീറ്റെയിൽ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിബ് YKK എന്ന് പറഞ്ഞ ബ്രാൻഡ് യൂസ് ചെയ്യാം. YKK എന്ന് പറഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 ബ്രാൻഡ്. ഈവൻ ലൂയിസ് ഫിലിപ്പ് എടുത്താലും ഡിവൈസിന്റെ പാൻറ് എടുത്താലും ഏത്
ഇന്റർനാഷണൽ ബ്രാൻഡ് എടുത്താലും നിങ്ങൾക്ക് YKKയുടെ സുഖമാണ്. അപ്പൊ ശരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് എനിക്ക് കുറയ്ക്കാം. YKKയുടെ ഉപയോഗിച്ചില്ലെങ്കിൽ സാധാരണക്കാര് പണ്ടേ നടക്കുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു ജേഴ്സി അടിക്കിന് നമുക്ക് YKKയുടെ സുഖമാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മളെ നിർബന്ധ ബുദ്ധിയാണ് അത് YKK തന്നെ യൂസ് ചെയ്യണം. വെച്ചാൽ ഒരിക്കലും റണ്ണറിന് കംപ്ലൈന്റ് വരില്ല. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതേപോലെ മധുര ഗോൾസിന്റെ ത്രെഡാണ് യൂസ് ചെയ്യുക. മധുര ഗോൾസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവരുടെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. ലൂയിസ് ഫിലിപ്പ്, അതേപോലെ US പോളോ, അലൻസോളി, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യണേ. അവർ 2,000-3,000 രൂപയുടെ ഷർട്ടാണ് കൊടുക്കുന്നത്. അതേ ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ ഈ 250 രൂപയുടെ ടീഷർട്ട് അടിക്കുന്നത്. അപ്പൊ അതിന്റെ സാധാ കോണിന് 25 രൂപ 30 രൂപയാണ് ഒരു കോൺ ത്രെഡിന്റെ വില. ഇത് വരുമ്പോൾ 88 രൂപ വരും. അപ്പൊ അത് ശരിക്കും ക്വാളിറ്റി, കൺസിസ്റ്റൻസി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരും. യാസിന്റെ കാര്യത്തിൽ ശരിക്കും അത്ഭുതപ്പെടും. നമ്മൾ വന്നപ്പോൾ തന്നെ സംസാരിച്ചു 18 വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ ക്വാളിഫിക്കേഷൻ ഏതുവരെ ഉണ്ട്? ഞാൻ ഡിപ്ലോമ പാസ്സായില്ല, +2 ആണ് ശരിക്കും ലാസ്റ്റ് പറയുമ്പോൾ ഉള്ളത്. 3rd ഇയറിൽ ഇതേപോലെ ഒരു ജനുവരി ഫെബ്രുവരി ആയപ്പോൾ ഞാൻ ഡ്രോപ്പ് ആയിട്ട് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് അപ്പം +2 ആണ് രേഖാമൂലം നമുക്ക് പറയാം. സർട്ടിഫിക്കറ്റ് ഉള്ളത് +2 ആണ്. ഓക്കെ. അവിടുന്ന് ഇപ്പം 30ഓളം സ്റ്റാഫുകളുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള സ്റ്റാഫുകൾ ഏറ്റവും കൂടുതൽ സാലറി എത്ര രൂപയാണ് കൊടുക്കുന്നത്? നമ്മളെ മാനേജറിനാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത്. ആള് മാൾട്ടയിൽ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു, തിരുപ്പൂര് പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു, അങ്ങനെ എക്സ്പോർട്ട് കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു. അപ്പോൾ ആള് ഇതേപോലെ ആളങ്ങനെ ഒരു ചാൻസിൽ കിട്ടി. ആള് വന്ന് ഒരു വീക്ക് റൺ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെടുക്കണേക്കാളും പ്രൊഡക്ഷനേക്കാളും ഒരു 25-30% ആണ് പെർ ഡേ പ്രൊഡക്ഷൻ ആള് ഇൻക്രീസ് ചെയ്യണം. അപ്പം ആള് അതിനർഹനാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് 70 ബേസ് സാലറി പ്ലസ് ആളെ ഇൻസെന്റീവും ബാക്കിയുള്ള കാര്യങ്ങളും. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. +2 പഠിച്ച ആളാണ് നിൽക്കുന്നത്. ആൾ കൊടുക്കുന്ന ആളുടെ സ്റ്റാഫിൽ ഒരാൾക്ക് കൊടുക്കുന്ന സാലറി തന്നെ 70+ സാലറി ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം ഒന്നും അല്ല എന്ന് പറയില്ല, പക്ഷേ പൊരുതാനൊരു മനസ്സുണ്ടെങ്കിൽ ബിസിനസ്സിൽ ആർക്കും കടന്നു വരാം. ഇവിടെ എത്ര ഡിപ്പാർട്ട്മെന്റാണ് ഉള്ളത്? ഏതൊക്കെയാണ് ഉള്ളത്? നമുക്ക് പ്രിന്റിംഗ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്. ഓക്കെ. പ്രൊഡക്ഷൻ ആയിട്ട് ഒറ്റ വിങ്ങിലായിട്ട് ഞാൻ പറയാറ്. അതിൽ പ്രൊഡക്ഷനിൽ തന്നെ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്യൂസിംഗ് എന്ന് പറഞ്ഞ ഒരു വിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, കട്ടിങ് സ്റ്റിച്ചിങ് അങ്ങനെ വരുന്നുണ്ട്. നമ്മളതിൽ ആദ്യം കസ്റ്റമർ CRE സപ്പോർട്ടുള്ള ഫസ്റ്റ് റിസപ്ഷൻ ആ വിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഓരോ സെയിൽസുകാരാണ് നമ്മളെ ഇതിൽ പിച്ച് ചെയ്യണതല്ല, നമ്മൾ കൺസൾട്ടിങ് കൊടുക്കുക. സാറിന് എന്താ ആവശ്യം? സാറ് ചിലർ പറയും എനിക്ക് 450 രൂപ വേണം. ഞാൻ സാറിന് അതിന്റെ ആവശ്യമില്ല, 250 മതി. അത് പർപ്പസ് നോക്കിയിട്ട് നമ്മളൊരു സെയിൽസ് അല്ല ചെയ്യണം, അത് കൺസൾട്ടിങ് ആണ്. സാറിന്റെ പർപ്പസ് എന്താണ്, സാറിന് എന്തിനാ വേണം, എന്താവശ്യത്തിന് വേണ്ടിയിട്ട്, എത്ര എണ്ണാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഇന്ന രീതിയിലാണ്, നല്ല ചൂടുള്ള സമയത്താണ്, പിന്നെ മെറ്റീരിയലാണ് നമുക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യണം സംഭവം, അപ്പം പിന്നെ പറ്റില്ല. നമ്മൾ സെയിൽസ് അല്ല, നമ്മൾ കൺസൾട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ അത് നമ്മളൊരു USB എല്ലാവരും ഏതെങ്കിലും ഡിപ്പ് ചെയ്യാന്നുള്ളതല്ല. അവിടെ തന്നെ കസ്റ്റമർ ഫ്ലാറ്റ് ആയി. സാറിന് ഇതാണ് വേണ്ടത്. ചില കസ്റ്റമർക്ക് ബഡ്ജറ്റ് കുറവാണെന്ന് വെച്ചാൽ നമ്മൾ പറയും സാർ ഇങ്ങനെ കുറച്ചും കൂടി എടുക്കാനും ബെറ്റർ. നമ്മൾ എന്താണ് വ്യത്യാസം, എന്തിനാന്നുള്ളതൊക്കെ കൺസൾട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാലോ, ഈസി ആയിട്ട് ചൂസ് ചെയ്യാലോ. ഞാൻ ഒരെണ്ണത്തിൽ പുഷ് ചെയ്യണേക്കാളും നല്ലത് ഇന്നതാണ്, നിങ്ങളെ ആവശ്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. ഞാനത് തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. മനസ്സിലായി. ഒരുപാട് ചെറുപ്പക്കാർ ഈ പറഞ്ഞ പോലെ യാസിറിനെ പോലെ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മൾ അനുകൂലമായിട്ട് വരും. ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണം. അത് ചിലപ്പോൾ എനിക്ക് ഞാൻ പല ബിസിനസ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ നമുക്ക് പതുക്കെ ഇങ്ങനെ അതായാൻ പറ്റും. എനിക്കിങ്ങനെ ടീഷർട്ട് കമ്പനി ചെയ്യണം, 10 ആൾക്കാരെ വെക്കണം, 20 ആൾക്കാരെ വെക്കണം എന്ന് വിചാരിച്ചിരിക്കാണ്ട് എന്തെങ്കിലും ഒരു ടീഷർട്ടെങ്കിലും ചെയ്തു വരുമ്പോഴാണ് ഞാൻ ടീഷർട്ട് എന്ന എൻ്റെ കാറ്റഗറി ആയിരുന്നു ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവരെ വാട്ടവർ അവരുടെ ബിസിനസ് എന്താണ് അതിനുള്ളൊരു ചെറിയ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ സ്പാർക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലേ, ഒരു സ്റ്റെപ്പ് വെക്കണം. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്താ പറയാ ഒരു ക്യൂല് നിൽക്കണം പോലെ തള്ളി ആൾക്കാർ കയറ്റിക്കോളും. നമ്മളായിട്ട് ക്യൂല് ചെന്ന് നിൽക്കണം, ബാക്കി ആൾക്കാർ തള്ളി കയറ്റിക്കോളും. പിന്നെ അതിങ്ങനെ തന്നെ മൂവ് ചെയ്ത് പൊക്കോളും. ശബരിമല കയറണ പോലെ. അപ്പോൾ ഏതായാലും യാസിന്റെ സ്വപ്നങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനും സ്വന്തം ബ്രാൻഡും ഉടനെ തന്നെ സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇത്തവണത്തെ ബ്രാൻഡ് സ്റ്റോറിയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ടെക്സേ അപ്പാരൽസിൻ്റെ വിശേഷങ്ങളാണ്. മറ്റൊരു ബ്രാൻഡിൻ്റെ സ്റ്റോറിയുമായിട്ട് നമ്മൾ വരും വീണ്ടും അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും